നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം T20-യിൽ ഗംഭീര പ്രകടനത്തോടെ തിളങ്ങിയിരിക്കുകയാണ് മലയാളി താരമായ സഞ്ജു സാംസൺ. ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു ഒരു ഓവറിൽ 22 റൺസ് ഉൾപ്പെടെ 20 പന്തിൽ 26 റൺസ് നേടിയാണ് മടങ്ങിയത്. 4 ഫോറുകളും ഒരു സിക്സും സഹിതം ഞെട്ടിക്കുകയായിരുന്നു സഞ്ജു സാംസൺ. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സ്ഥാനം ലഭിക്കാതെ പോയ സഞ്ജു കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ഉടക്കിലായിരുന്നു. എന്നാൽ എല്ലാ വിരോധികളുടെയും കരണത്തടിക്കുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിച്ചത്. ബാറ്റിംഗിലെ വെടിക്കെട്ട് കൂടാതെ വിക്കറ്റ് കീപ്പിങ്ങിലും സഞ്ജു സാംസൺ തീയായി മാറുകയായിരുന്നു. ഓപ്പണറായി ഇറങ്ങി തല്ലി തകർക്കാൻ ഇറങ്ങിയ സഞ്ജു തൻ്റെ റോൾ ഭംഗിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും മികച്ച തുടക്കം തന്നെയാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ആ അഗ്രസീവ്നെസ് പിന്തുടർന്നു പോയ ഇന്ത്യയാണ് 13ാം ഓവറിൽ തന്നെ വിജയം കണ്ടത്. ജോഫ്ര ആർച്ചറുടെ പന്തിലാണ് സഞ്ജു മടങ്ങിയത്. വലിയ ഷോട്ടിന് ശ്രമിച്ച സഞ്ജുവിനെ ബൗണ്ടറി ലൈനിൽ ഗിസ് ആറ്റ്കിൻസൺ ക്യാച്ചിലൂടെ മടക്കുകയായിരുന്നു. ഒന്നാം വിക്കറ്റിൽ അഭിഷേക് ശർമ്മയുമായി ചേർന്ന് 41 റൺസിന്റെ മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി മികച്ചൊരു അടിത്തറ ഉണ്ടാക്കിയിട്ടാണ് സഞ്ജു മടങ്ങിയത്. ജോഫ്ര ആർച്ചറുടെയും മാർക്ക് വുഡിന്റെയും അതിവേഗ പന്തുകളിൽ സഞ്ജു സാംസൺ അല്പമൊന്ന് പതറി. എന്നാൽ ആറ്റ്കിൻസന്റെ ഓവർ സഞ്ജു മുതലാക്കുകയായിരുന്നു. ക്രീസിനെ നന്നായി ഉപയോഗിച്ച സഞ്ജു ഒരു സിക്സും 4 ബൗണ്ടറികളും ഉൾപ്പെടെ 22 റൺസാണ് അടിച്ചെടുത്തത്. കഴിഞ്ഞ 2 പരമ്പരകളിൽ നിന്നായി 3 സെഞ്ചുറികൾ നേടിയ സഞ്ജു വീണ്ടും ഒരു സെഞ്ചുറി നേടുമെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് തുടങ്ങിയത്. ദൗർഭാഗ്യവശാൽ വലിയ സ്കോറിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നാൽ മികച്ച തുടക്കത്തോടെ ഇന്ത്യക്ക് അടിത്തറ പാകിയാണ് സഞ്ജു സാംസൺ മടങ്ങിയത്. IPL-ൽ രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് ആർച്ചർ. ഒരു ഇടവേളയ്ക്ക് ശേഷം രാജസ്ഥാൻ റോയൽസിലേക്ക് തിരിച്ചെത്തിയ ആർച്ചർ നായകനായ സഞ്ജു സാംസണെ മടക്കിയെന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു ശ്രദ്ധേയകരമായ കാര്യം. നല്ല വേഗം കണ്ടെത്തിയ ആർച്ചർ 145 ശരാശരി വേഗത്തിലാണ് പന്തെറിഞ്ഞത്. ആർച്ചറുടെ ലൈനും ലെങ്തും മനസ്സിലാക്കാൻ സഞ്ജു പ്രയാസപ്പെട്ടുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാറ്റിങ്ങിന് മാത്രമല്ല വിക്കറ്റിന് പിന്നിലും സഞ്ജു നിർണായക പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഒരു ക്യാച്ചും സ്റ്റംപിങ്ങും റണ്ണൌട്ടും നടത്തി കയ്യടി നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ്. ഹർഷ്ദീപ് സിംഗ് എറിഞ്ഞ ആദ്യ ഓവറിൽ ഫിൽ സോൾട്ടിന്റെ ക്യാച്ച് നേടാൻ സഞ്ജുവിന് സാധിച്ചു. ഗസ് ആറ്റ്കിൻസനെ സ്റ്റംപ് ചെയ്ത് പുറത്താക്കിയ സഞ്ജു മാർക്ക് വുഡിനെയാണ് നേരിട്ടുള്ള ത്രോയിൽ റണ്ണൌട്ടാക്കിയത്. ഒരു മിന്നൽ സ്റ്റംപിങ് കൂടി സഞ്ജു ചെയ്തെങ്കിലും ഇത് ദൗർഭാഗ്യവശാൽ ഔട്ടായില്ല. സഞ്ജു സാംസന്റെ പ്രകടനം ഇന്ത്യക്ക് വലിയ കരുത്ത് പകർന്നതാണ്. നായകൻ സൂര്യകുമാർ യാദവും പരിശീലകൻ ഗൗതം ഗംഭീറും സഞ്ജുവിന് നൽകുന്ന പിന്തുണയോട് നീതി കാട്ടാൻ മലയാളി താരത്തിന് സാധിക്കുന്നുണ്ട്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഗംഭീരമായി തുടങ്ങാൻ സാധിച്ചത് വരുന്ന മത്സരങ്ങളിലും സഞ്ജുവിന് കരുത്ത് പകരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പരമ്പരയിലും സെഞ്ചുറി നേടാനായാൽ തുടർച്ചയായി 3 T20 പരമ്പരകളിൽ സെഞ്ചുറി എന്ന റെക്കോർഡിലെത്താനും സഞ്ജുവിന് സാധിക്കും. സഞ്ജു സാംസൺ ടീം സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കാത്തതിനാൽ വിജയ് ഹസാരെ ട്രോഫി ടീമിൽ കളിപ്പിക്കില്ല എന്ന് പറഞ്ഞ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടാകും. ബാറ്റർ എന്ന നിലയിൽ മാത്രമല്ല സമസ്ത മേഖലയിലും കയ്യടി നേടുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജു സാംസണ് സാധിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. മാത്രമല്ല KCAക്കെതിരെ പ്രമുഖർ ഉൾപ്പെടെ തിരിഞ്ഞതും അവർക്ക് തന്നെ നാണക്കേടായി മാറിയിട്ടുണ്ട്. സഞ്ജുവിനെ പോലെ ഒരു പ്രതിഭ ഉള്ളപ്പോൾ വിജയ് ഹസാരെ ട്രോഫിയിൽ ഉൾപ്പെടുത്താത്തത് വലിയ നാണക്കേടായി മാറി. മാത്രമല്ല ഇതിലൂടെ സഞ്ജുവിൻ്റെ കരിയറിനെ കൂടി ചോദ്യം ചെയ്യൂ, സഞ്ജുവിൻ്റെ അന്താരാഷ്ട്ര മത്സരങ്ങളിലെ കരിയറിനെ കൂടി ചോദ്യം ചെയ്യപ്പെട്ടു എന്ന ഒരവസ്ഥ വന്നത് ഇവിടുത്തെ തലപ്പത്ത് തന്നെ KCAയുടെ തലപ്പത്ത് തന്നെ വലിയ അഴിച്ചുപണികൾ ഉണ്ടാക്കാനുള്ള ഒരു വിവാദമായി മാറിയിട്ടുണ്ട്. IPL-ൽ രാജസ്ഥാൻ റോയൽസ് നായകൻ കൂടിയായ സഞ്ജുവിൽ നിന്ന് വലിയ പ്രകടനങ്ങൾ വരുന്ന മത്സരങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം.